വീഡിയോ എടുക്കുന്നില്ല, പിണങ്ങി എന്നുള്ള ഇതാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഈ സൈബർ ആക്രമണം അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരുന്നു? അടിസ്ഥാനം വേറെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിനോയ് എന്ന് പറയുന്ന പയ്യനായിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരുമായിട്ടാണല്ലോ ഇപ്പം ഈ പിണക്കം ഇതൊക്കെ ആയത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ, അത് മാത്രമാണ് എൻ്റെ ആവശ്യം. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അത് വീട്ടുകാർ അറിഞ്ഞതാണോ? എങ്ങനെയാണ്? എന്തൊരു ബന്ധം? ഇവർ തമ്മിലുള്ള ഈ ഒരു വീഡിയോ എടുക്കുന്നതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും ഇവിടെ വന്നിട്ടുണ്ട്, എനിക്കറിയാമല്ലോ. അറിയാമല്ലോ. അത് ഞാനിപ്പോൾ പരാതി ഞാനിപ്പോൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥർ അത് അതിൻ്റെ രീതിക്ക് പോകുന്നു. അയാൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ. അതിനെക്കുറിച്ചറിയില്ല. ഇപ്പം വന്നിരിക്കുന്നത് സൈബർ ആക്രമണം എന്നല്ലേ ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം അതാണോ എന്ന് എനിക്കും അറിയണ്ടേ. ആരെ? മകളെ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇല്ല, നല്ല സന്തോഷത്തിൽ തന്നെയാണ് അന്ന് ഇരുന്നത് എൻ്റെ മകൾ. അതിനു മുമ്പേയൊക്കെ ഇതായിരുന്നു, സങ്കടമായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്ത് ആദിത്യ എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ. അപ്പോൾ അത് ഇന്നലെ വന്ന ന്യൂസൊക്കെ ആയിരുന്നെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സൈബർ അറ്റാക്കൊന്നും അല്ല, എന്താണ് ചെറുക്കനുമായിട്ട് പ്രണയത്തിലെന്ന് പറയുന്നില്ല, സൗഹൃദത്തിലായിരുന്നു. പിന്നെയാണെങ്കിൽ അവർ വീഡിയോ ആണെങ്കിൽ വീഡിയോൻ്റെ കൈകാര്യമൊക്കെ ചെയ്യുന്നത് ഈ ചെറുക്കനാണ് ചെയ്യുന്നത്. ഇവനും ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ രണ്ടുപേരും ഈ റീൽസും യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവൻ 2 മാസമായിട്ട് ഇവർ തമ്മിൽ എന്തോ പിണങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാനസിക സംഘർഷത്തിലായിരുന്നു മോള് എന്നാണ് പറയുന്നത്. അല്ലാതെ വീട്ടിലുള്ള ഇതുകൊണ്ടൊന്നും അല്ല, സൈബർ അറ്റാക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഇതും ഉണ്ടായിരുന്നു, കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അല്ലാതെ ഈ ചെറുക്കൻ്റെ ഉള്ള ആ ഒരു ഇത് കൊണ്ട് മാത്രമാണെന്ന്. പിന്നെ ന്യൂസിലൊക്കെ പറയുന്നുണ്ട് പോസ്കോ കേസിനൊക്കെ ഈ ചെറുക്കനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സത്യാവസ്ഥകളൊന്നും അറിയില്ല, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ അവൾ ആദ്യത്തെ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പോണവർ പോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ബോൾഡായിട്ട് ഇരിക്കും, ഇനിയിപ്പോൾ ഇപ്പം വിളിച്ചിട്ട് ഇനി എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്തോന്നൊന്നും അറിയില്ല, ഇവർ തമ്മിൽ എന്തൊക്കെ ഇതുണ്ടോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇനി വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ അച്ഛൻ പറയുന്ന അച്ഛൻ രാവിലെ പോകുന്നതാണ്, പിന്നെ വൈകുന്നേരത്തെ വരുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അച്ഛനക്കും അറിയില്ല. അപ്പോൾ ഈ ഇവനുമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, ഇവൻ്റെ അക്കൗണ്ട് ഇവളും 2 പേരും കൂടെയാണ് ചെയ്യുന്നത്. അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്താണ് എന്ന് തന്നെയാണ്, ഈ ചെറുക്കൻ്റെ അടുത്താണെന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന കുറച്ച് വാക്കുകൾ കൂടെ കേട്ടിട്ട് നമുക്ക് പറയാം കേട്ടോ. കുറച്ചുകൂടെ കേട്ട് നോക്കൂ. അപ്പം ഞാൻ ചോദിക്കണ്ട് എന്താണ് മക്കളെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് മാത്രമേ എൻ്റെ പറഞ്ഞിട്ടുള്ളൂ. ഭീഷണിയായിട്ട് എൻ്റെ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പം അയാളായിട്ട് മിണ്ടത്തില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം 2 ദിവസത്തിന് എന്തോണ് ഞാൻ അറിഞ്ഞത്, അയാൾക്ക് വേറെ പെൺകുട്ടിയായിട്ടൊക്കെ എന്തോ അടുപ്പമുണ്ടെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ചും എനിക്കറിയില്ല. കാരണം നമ്മൾ രാവിലെ ഇറങ്ങി കുടുംബത്തിന് വേണ്ടി ഇറങ്ങുന്നതാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അവിടെ വന്നിട്ടുണ്ടല്ലോ. അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മാസത്തിനകത്ത് 2 മാസമായി ഏകദേശം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ റീൽ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അതാണ് സൈബർ അറ്റാക്കൊന്നുമല്ല, എൻ്റെ മോൾക്ക് സംഭവിച്ചതുപോലെ ഒരു മോൾക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ചെറുക്കൻ്റെ പേര് ബിനോയ് എന്നാണ് കേട്ടോ. അപ്പോൾ ബിനോയ് ആണ് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം എന്നാണ് അച്ഛനും പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് കൂടുതലായിട്ടുള്ള സത്യാവസ്ഥകൾ ഇപ്പോൾ ബിനോയിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിനോയിൽ നിന്നും വരുന്നതിനനുസരിച്ചിട്ട് ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദിത്യയുടെ ബ്രദറും പറയുന്നുണ്ട്, ഒരിക്കലും സൈബർ അറ്റാക്ക് അല്ല, ഒന്ന് പറഞ്ഞാൽ 2 പറയാൻ അറിയാവുന്ന ഒരാളിനെ ആ മോളിൽ കണ്ടാലും അറിയാം, കൂടുതലായിട്ട് അങ്ങനെ പറയുന്ന ആൾ. അപ്പം ഞാൻ ഇന്നലത്തെ കണ്ട വീഡിയോകളൊക്കെ എന്ന് പറയുന്നത്, ഇന്നലെ ഞാനും ചെയ്തത് സൈബർ അറ്റാക്കിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തു എന്ന് തന്നെയാണ് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് കൂടുതലായിട്ടും അതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ സൈബർ അറ്റാക്ക് അല്ല, കാരണം അപ്പോൾ ബിനോയ് ആയിട്ടുള്ള ഇനി പ്രണയമാണോ, പ്രണയത്തിൽ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. അപ്പോൾ ബിനോയ് വേറെ ന്യൂസുകളിലൊക്കെ വന്നിരിക്കുന്നത് പോസ്കോ കേസിൽ ബിനോയിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബിനോയ്ക്കാണെങ്കിൽ വേറൊരു പ്രണയം ഇപ്പോൾ ഉണ്ട് എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്.
പറയുന്നത്. അപ്പം ഇനി അത് അറിഞ്ഞതിൻ്റെ പുറത്താണോ ഇനി ആദ്യത്തെ ആത്മഹത്യ ചെയ്തത് എന്നൊന്നും കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് ഇനിയിപ്പോൾ ബിനോയിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പുറത്ത് ബിനോയിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇനി കൂടുതലായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സൈബർ അറ്റാക്ക് ആണെന്നുള്ളത്. അപ്പോൾ അതല്ല എന്ന് നിങ്ങളുമായിട്ട് അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു മക്കൾക്കും ഒരു പെൺമക്കൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നല്ല ബോൾഡായിട്ടുള്ളൊരു മോളായിരുന്നു. ആ മോൾക്ക് തന്നെ ഇങ്ങനെ ഒരു ദുർവിധി വന്നല്ലോ എന്നാണ് അച്ഛൻ വിലപിക്കുന്നത്. അപ്പോൾ ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും അവരുടെ മാതാപിതാക്കൾ പറയും ഇനി ഒരാൾക്കും ഇങ്ങനെ ഇരിക്കട്ടെ എന്ന്. പക്ഷെ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം ഇല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കും ഒരു ഉള്ളിൽ ഭയമാണ്. നമ്മൾക്കും മക്കളും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ മക്കളും ഇങ്ങനെയൊക്കെ ആവും, സൈബർ അറ്റാക്ക്, പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്താ പറയുക, കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ട് വരുന്നത്. എന്തായാലും ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ളൊരു ഇത് കൊടുക്കട്ടെ. ആ അച്ഛൻ പറഞ്ഞത് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് എൻ്റെ ആ മോളെ തിരിച്ച് കിട്ടില്ലല്ലോ എന്നാണ് ആ അച്ഛൻ ചോദിക്കുന്നത്. അത് ശരി തന്നെയാണ്. ആ മോള് പോയി, ഇനി ആ മോളെ തിരിച്ച് കിട്ടില്ല. ആ മോള് പോയത് തന്നെ പോയത് വീട്ടുകാർക്ക് പോയി, അല്ലാതെ ആർക്കും പോകാനില്ല. ബിനോയ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം ജയിലിൽ കിടക്കായിരിക്കും, പിന്നെ പുഷ്പം പോലെ പുറത്തിറങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ ബിനോയിൽ നിന്ന് ഇനി എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇനി ഞാൻ അതിനനുസരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നലെ ആ സൈബർ അറ്റാക്ക് അല്ല എന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.